നമ്മളെ ദ്രോഹിച്ചവരോട് നമുക്കങ്ങ് പുറത്തു കൊടുത്തൂടെ? പറ്റൂലേ? ഏറ്റവും ദ്രോഹിച്ചവനെ ആദ്യം പുറത്തു കൊടുക്കണം. നിന്നോട് ബന്ധം വിച്ഛേദിച്ചവനോട് നീ അങ്ങോട്ട് ബന്ധം ചേർക്ക്. ഇങ്ങോട്ട് സലാം പറഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് പറ. നിന്നെ ദ്രോഹിച്ചവന് മാപ്പാക്കി കൊടു. എന്റെ പൊന്ന് സഹോദരങ്ങളെ, ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവനെ നിങ്ങൾ മാപ്പാക്കി കൊടുത്തു നോക്ക്. പടച്ചോ നിങ്ങളിങ്ങനെ ഉയർത്തിക്കൊണ്ടുവരും. നമ്മുടെ കൂടെ നടന്നിട്ട് ചതിച്ച ആളുകളുണ്ടാവും. കൂടെ നടന്നിട്ട് ചതിച്ച ആത്മമിത്രം ഉണ്ടാവും. ആളുകൾ പറയും, ഉസ്താദേ എന്റെ കൽബ് കണ്ട കൂട്ടുകാരനാണ്, പക്ഷെ അവൻ എന്നെ ചതിച്ചു കളഞ്ഞു. അങ്ങനെയാണ് ആദം നബിയെയും ഹവ്വാ ബീവിയെയും പിശാച് ചതിച്ചത് ശത്രുവിന്റെ രൂപത്തിലല്ല, ആത്മമിത്രത്തിന്റെ രൂപത്തിലാണ്. ഇന്നീലക്കും അനലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങളുടെ വിശ്വസ്തനായ കൂട്ടുകാരെന്നും പറഞ്ഞാൽ ചതിച്ചത്. അതുകൊണ്ട് ചരിത്രത്തിൽ എപ്പോഴും ചതി വരുന്നത് ആത്മമിത്രത്തിന്റെ രൂപത്തിലാണ്, ശത്രുവിന്റെ രൂപത്തിലല്ല. ഖുർആൻ ആ കൂടെ നടക്കണവനായിരിക്കും എന്ത് ചെയ്യാ? ചതിക്കാൻ. ഒരു പഴഞ്ചൊല്ല് പറയും, ഞാൻ പറയില്ല. ആത്മമിത്രമായിരിക്കും, ചിലപ്പോ ആവാം, പക്ഷെ പുറത്തു കൊടുക്കുകയും അള്ളാഹു നിങ്ങളെ വലിയ ഉയരങ്ങളിലെത്തും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.